Hi friends, Assalamualaikum. Welcome back to our channel Aafi Flavour. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കക്കയിറച്ചിയാണ്. 300 ഗ്രാം എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നമുക്ക് ഒടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്കിതെല്ലാം നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ല വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉപ്പ് എല്ലാം കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇവിടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. കക്കയിറച്ചിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്ത് കാണാൻ കുഞ്ഞു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ നേരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കും. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇനിയും കാണാം. എല്ലാം സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.